ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും തന്നെ വീട്ടില് ചോറ് വെച്ച് കഴിയുമ്പോൾ ബാക്കി കുറച്ചൊക്കെ ചോറ് നമുക്ക് ബാക്കിയാവും അല്ലെ. അപ്പൊ ദേ ഞാൻ ബാക്കി വന്ന ഒരു ചെറിയ കപ്പ് ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾ പെട്ടെന്ന് വിശക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പൊ നമുക്ക് ഈ മുട്ട ഈ ചോറിലേക്കൊന്ന് പൊട്ടിച്ചിരിക്കും. ചോറിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ചോറ് ഒരു ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പൊ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ചോറും കോഴിമുട്ടയും കൂടെ ഉടച്ചെടുക്കാം. മിക്സിയിൽ വെച്ചിട്ട് അടിക്കണ്ട കേട്ടോ. മിക്സിയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ തന്നെ ഇതങ്ങ് പേസ്റ്റ് പോലെ ആയിപ്പോഴും. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. നമ്മൾ നന്നായിട്ട് ഒന്ന് ചോറും മുട്ടയും കൂടെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം. ആദ്യമേ നമ്മൾ 2 മുട്ടയും ഉടച്ചിടുവാണെങ്കിൽ നമുക്ക് ഈ ചോറൊന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ ദാ ഒരു മുട്ടയും കൂടെ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു കോഴിമുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ ചോറൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എല്ലാം ഒന്ന് കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യുക. എന്നാലേ എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ഉരുളയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഷേപ്പ് ഒന്നും വേണ്ട, ഇതെങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പക്കാവടയൊക്കെ ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ ഫ്രൈങ് പാൻ അത്യാവശ്യം വിസ്താരം ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് ഒറ്റയടിക്ക് തന്നെ എല്ലാം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആവുമ്പോൾ ഇത് നടക്ക് തിരിച്ചും മറിച്ച് ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടക്കിടക്ക് ഇതിങ്ങനെയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഫ്രൈ ആയി വരണം, എന്നാലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അതാ തയ്യാറായിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റട്ടെ. അപ്പൊ നമ്മുടെ ബാക്കി വന്ന ചോറും 2 കോഴിമുട്ടയും കൂടിയുള്ള റെസിപ്പി തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് സോസിനെ കൂടെ ഒക്കെ മുക്കി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കുട്ടികളോട് ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ബാ എടുത്തു ഓരോന്നെടുത്തു ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ. അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും.